എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 28/2/2025, അതായത് ഫെബ്രുവരി മാസം 28-ാം തീയതി ഇന്ന് നടന്ന എക്സാം അല്ലെ, അതായത് നമ്മുടെ കാറ്റഗറി നമ്പർ 196/2024 ട്രേഡ്സ്മാൻ ടർണർ എക്സാമുമായി ബന്ധപ്പെട്ട് അതിന്റെ ആൻസർ കീ നമുക്കൊന്ന് നോക്കാം. സോ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ കാരേജ് ഇസ് നോട്ട് ബീങ് ലോക്ക്ഡ് വൈൽ ഫേസിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കാരേജ് ലോക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ദാറ്റ് ഈസ് കോൺകേവ് ഫേസ് ഫോം ചെയ്യുന്നു, ഓപ്ഷൻ ബി കോൺവെക്സ് ഫേസ് ഫോം ചെയ്യുന്നു, ഓപ്ഷൻ സി പിപ്പ് അറ്റ് സെന്റർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. ഇത്തരത്തിൽ ഉത്തരം എന്താ ഇവിടെ വരിക? ദാറ്റ് ഈസ് കോൺവെക്സ് ഷേപ്പ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നുണ്ടാവുക. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം: വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സെന്റർ ഷോൺ ഇൻ ഫിഗർ? ഇത്തരത്തിൽ നമ്മുടെ ഡെഡ് സെന്റർ തന്നിട്ടുണ്ട്. സോ ഇത്തരത്തിൽ ടെയിൽ സ്റ്റോക്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സെന്റർ തന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സെന്റർ? ഇത് തന്നിരിക്കുന്ന താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ തന്നിരിക്കുന്ന സെന്റർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഇൻസേർട്ടഡ് ടൈപ്പ് സെന്റർ, ഓപ്ഷൻ ബി ഹാഫ് സെന്റർ, ഓപ്ഷൻ സി സെൽഫ് ഡ്രൈവിംഗ് സെന്റർ, ഓപ്ഷൻ ഡി ടിപ്പ്ഡ് സെന്റർ. സോ ഇവിടെ നമുക്ക് ഉത്തരം എന്താ വരിക? തന്നിരിക്കുന്ന ചിത്രം ടിപ്പ്ഡ് സെന്റർ ആണ്. ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് പാർട്ട് ഓഫ് ദ ലെയ്ത്ത് ഗീവ്സ് ആംഗുലാർ മൂവ്മെന്റ് ടു ദ ടൂൾ? അല്ലെ, ലെയ്ത്തിന്റെ ഏത് പാർട്ടാണ് ആംഗുലാർ മൂവ്മെന്റ് നമുക്ക് തരുന്നുണ്ടാവുക? സോ വിച്ച് പാർട്ട് ഓഫ് ദ ലെയ്ത്ത് ഗീവ്സ് ആംഗുലാർ മൂവ്മെന്റ് ടു ദ ടൂൾ? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ക്രോസ് സ്ലൈഡ്, ഓപ്ഷൻ ബി കാരേജ്, ഓപ്ഷൻ സി കോമ്പൗണ്ട് സ്ലൈഡ്, ഓപ്ഷൻ ഡി ടെയിൽ സ്റ്റോക്ക്. അല്ലെ, നമുക്കറിയാം ഇവിടെ എന്താണ് നമുക്ക് ആംഗുലാർ മൂവ്മെന്റ് തരുന്നുണ്ടാവുക? ദാറ്റ് ഈസ് കോമ്പൗണ്ട് സ്ലൈഡ് ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. നാലാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് പാർട്ട് ഓഫ് ലെയ്ത്ത് കണ്ടെയ്ൻസ് മെക്കാനിസം ഫോർ ദ മൂവിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ലെയ്ത്ത് കാരേജ്? ലെയ്ത്ത് കാരേജ് കൺട്രോൾ ചെയ്യുന്നതായിട്ടുള്ള മൂവ് ചെയ്യുന്നതായിട്ടുള്ള മെക്കാനിസംസ് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന ടോപ്പ് സ്ലൈഡ്, ഓപ്ഷൻ ബി ദ ആപ്രോൺ, ഓപ്ഷൻ സി ക്രോസ് സ്ലൈഡ്, ഓപ്ഷൻ ഡി കോമ്പൗണ്ട് സ്ലൈഡ്. നമുക്കറിയാം ഏപ്രോണിലാണ് മറ്റ് മെക്കാനിസംസ് ഒക്കെ ഹോൾഡ് ചെയ്ത്, ഹാഫ് നെറ്റ് മെക്കാനിസം ഒക്കെ ഹോൾഡ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഏപ്രോണിലാണ് നമുക്കറിയാം. ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ക്രൗൺ വീൽ ഓഫ് ത്രീ ജോ ചക്ക് ഈസ് മെയ്ഡ് ഓഫ്? അല്ലെ, നമ്മുടെ ത്രീ ജോ ചക്കിന് പിന്നിലായിട്ടുള്ള ക്രൗൺ വീല് നിർമ്മിച്ചിരിക്കുന്നത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഹൈ കാർബൺ സ്റ്റീൽ, ഓപ്ഷൻ ബി കാസ്റ്റ് അയൺ, ഓപ്ഷൻ സി അലോയ് സ്റ്റീൽ, ഓപ്ഷൻ ഡി ബ്രക്സ്. സോ നമ്മളുടെ ഉത്തരം എന്താ വരിക? ഓപ്ഷൻ സി അലോയ് സ്റ്റീൽ ആണ്. ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ് ആയിട്ടുള്ള അലോയ് സ്റ്റീൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ആറാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഈസ് എക്സാമ്പിൾ ഓഫ് ഫെറസ് ടൂൾ മെറ്റൽ? ഇത്തരത്തിൽ ഫെറസ് ടൂൾ മെറ്റീരിയൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഹൈ സ്പീഡ് സ്റ്റീല്, സെറാമിക്, സ്റ്റെലൈറ്റ്, ഡയമണ്ട്. അല്ലെ, നമുക്കറിയാം ഹൈ സ്പീഡ് സ്റ്റീല്, സെറാമിക്, സ്റ്റെലൈറ്റ്, ഡയമണ്ട് ആണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഇത്തരത്തിൽ എക്സാമ്പിൾ ഓഫ് ഫെറസ് ടൂൾ അല്ലെ, ഫെറസ് ആകുമ്പോൾ നമുക്ക് ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റിനകത്തൊരു ചെറിയ ഫെറസ് ടൂൾ മെറ്റീരിയൽ ആണ്. സോ ഫെറസ് ടൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ഓക്കെ ഫെറസ് ടൂൾ ആകുമ്പോൾ നമ്മളുടേത് സ്റ്റെല്ലൈറ്റ് എന്ന് പറയുന്നത് കൊബാൾട്ട് ബേസ്ഡ് ആണ്, സെറാമിക് അബ്രസീവ് ആണ്, ഡയമണ്ട്. ഓക്കെ, റൈറ്റ് ആൻസർ ഈസ് ഹൈ സ്പീഡ് സ്റ്റീൽ ആണ്. അല്ലെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഹൈ സ്പീഡ് സ്റ്റീൽ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അല്ലെ, സോ ഫെറസ് ടൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അയൺ കണ്ടന്റ് ഉണ്ടാവണം. സോ അയൺ പ്ലസ് കാർബൺ ആണ് സ്റ്റീൽ എന്ന് പറയുന്നത്. സോ കാർബൺ കണ്ടന്റ് കൂടുതലാണ്. അത്തരത്തിൽ നമുക്കറിയാം അത് അയൺ ബേസ്ഡ് ആണ് ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഏഴാമത്തെ ചോദ്യം ഇതാണ്: ടംബ്ലർ ഗിയർ മെക്കാനിസം കൺസിസ്റ്റ് ഓഫ്? ടംബ്ലർ ഗിയർ മെക്കാനിസത്തിനകത്ത് എത്ര ഗിയറുകൾ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. 2 ഗിയർ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നു, ബി 4 ഗിയർ, ഓപ്ഷൻ സി 1 ഗിയർ, ഓപ്ഷൻ ഡി 3 ഗിയർ. അല്ലെ, നമുക്കറിയാം ഉത്തരം എന്താണ് ഉത്തരം. സോ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. 3 ഗിയർ ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ദ ടൂൾ മെറ്റീരിയൽ which has very low heat conductivity, the tool material which has very low heat conductivity and used without coolant, കൂളന്റ് ഒന്നും യൂസ് ചെയ്യാണ്ട് തന്നെ നമ്മൾ വളരെ ഹീറ്റ് കണ്ടക്ടിവിറ്റി കുറവായിട്ടുള്ള ഒരു ടൂൾ മെറ്റീരിയൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സ്റ്റെല്ലൈറ്റ്, കൊബാൾട്ട് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റെല്ലൈറ്റ്. സെറാമിക് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി സിമെന്റഡ് കാർബൈഡ്സ്, ഓപ്ഷൻ ഡി ഹൈ കാർബൺ സ്റ്റീൽ. സോ നമ്മുടെ ഉത്തരം എന്താ വരിക? നമുക്കറിയാം അബ്രസീവ് മെറ്റീരിയൽ ആയിട്ടുള്ള സെറാമിക്, അല്ലെങ്കിൽ സെറാമിക് ടൂളുകളാണ് അത്യാവശ്യം ലോ ഹീറ്റ് കണ്ടക്ടിവിറ്റിയും അതുപോലെ തന്നെ കൂളന്റിന്റെ സഹായം ഇല്ലാതെ നമ്മൾ മെഷീനിങ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. 9ാമത്തെ ചോദ്യം ഇതാണ്: കാൽക്കുലേറ്റ് ദ കട്ടിംഗ് സ്പീഡ് ഫോർ ടേണിംഗ് എ വർക്ക് പീസ് ഓഫ് ഹാവിംഗ് 30 mm ഡയമീറ്റർ. അല്ലെ, ഇവിടെ ഡയമീറ്റർ തന്നിരിക്കുന്നത് ഡയമീറ്റർ എത്രയാണ്?
സോ ഡയ തന്നിരിക്കുന്നത് എത്രയാണ്? 30 mm ആണ് തന്നിരിക്കുന്നത്. റൊട്ടേറ്റിംഗ് അറ്റ് RPM തന്നിട്ടുണ്ട്. സോ N തന്നിട്ടുണ്ട് എത്രയാണ്? 450 RPM ആണ് അല്ലെ, RPM തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സോ കണ്ടുപിടിക്കേണ്ടത് കട്ടിംഗ് സ്പീഡാണ്. സോ 42 മീറ്റർ പെർ മിനിറ്റ്, 45 മീറ്റർ പെർ മിനിറ്റ്, 35 മീറ്റർ പെർ മിനിറ്റ് ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി 25 മീറ്റർ പെർ മിനിറ്റ്. സോ നമുക്കറിയാം ബേസിക് ഇക്വേഷൻ കട്ടിംഗ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ബി ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഡി ഇൻറ്റു എൻ ഡിവൈഡ് ബൈ 1000. എന്താണ് യൂണിറ്റ്? എന്താ പറയുക? മീറ്റർ പെർ മിനിറ്റ് ആണെന്ന് അറിയാം. ഓക്കെ, ഇവിടെ നമുക്കറിയാം പൈ എന്ന് പറയുന്നത് 3.14 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 30 mm ആണ്, ഇൻറ്റു എൻ എന്ന് പറയുന്നത് 450 RPM ആണ്, ഡിവൈഡഡ് ബൈ 1000. സോ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉത്തരം എന്താ വരിക? സോ 42 മീറ്റർ പെർ മിനിറ്റ്. സോ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. മറ്റൊരു ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ത്രെഡ് കട്ട് ഓൺ സ്ക്രൂ ഷാഫ്റ്റ് ഓഫ് ഇൻഡിപെൻഡന്റ് ചക്കിലെ സ്ക്രൂ ഷാഫ്റ്റിൽ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ത്രെഡ് ഏതാണ് എന്നുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് വി ത്രെഡ്, ഓപ്ഷൻ ബി റൈറ്റ് ഹാൻഡ് ത്രെഡ്, ഓപ്ഷൻ സി ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയർ ത്രെഡ്, ഓപ്ഷൻ ഡി ലെഫ്റ്റ് ഹാൻഡ് നെയിം ത്രെഡ് അല്ലെ. സോ നെയിം അല്ലത് ലെഫ്റ്റ് ഹാൻഡ് ആക്മി ത്രെഡ് ആണ് കേട്ടോ. സോ ലെഫ്റ്റ് ഹാൻഡ് ആക്മി ത്രെഡ് എന്നാണ് ചോദ്യം തന്നിരിക്കുന്നത്. ഓക്കെ ഫൈൻ. സോ ഇവിടെ നമുക്കറിയാം ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ചക്കിലൊക്കെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയർ ത്രെഡ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ, ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയർ ത്രെഡ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. 11ാമത്തെ ചോദ്യമാണ്, വെബ് ചിസൽസ് ആർ യൂസ്ഡ് ഫോർ, ചിസൽസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വെബ് ചിസൽസ് ആർ യൂസ്ഡ് ഫോർ സ്ക്വയറിംഗ് ദ മെറ്റീരിയൽ അറ്റ് കോർണർ. ഓപ്ഷൻ ബി കട്ടിംഗ് കീവേസ് ആൻഡ് ഗ്രൂവ്സ്, ഓപ്ഷൻ സി സെപ്പറേറ്റിംഗ് മെറ്റൽസ് ആഫ്റ്റർ ചെയിൻ ഡ്രില്ലിംഗ്, ഓപ്ഷൻ ഡി ചിപ്പ് ഓഫ് എക്സസ് മെറ്റൽ ആഫ്റ്റർ വെൽഡിംഗ് അല്ലെ. നമുക്കറിയാം ഇവിടെ വെബ് ചിസൽസ് അല്ലെങ്കിൽ പഞ്ചിങ് ചിസൽസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് അപ്പൊ വെബ് ചിസൽസ് എന്താണ്? ദാറ്റ് ഈസ് സെപ്പറേറ്റിംഗ് ആഫ്റ്റർ ചെയിൻ ഡ്രില്ലിംഗ് അല്ലെ. ചെയിൻ ഡ്രില്ലിംഗിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? അത് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഇഫ് ദ ക്ലിയറൻസ് ആംഗിൾ ഈസ് ടു ലാർജ് അല്ലെ, അത്തരത്തിൽ ക്ലിയറൻസ് ആംഗിൾ വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിസൽ വിൽ എന്താണ്? ക്ലിയറൻസ് ആംഗിൾ വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിസൽ വിൽ dig into the workpiece. Option B will be the right answer. Chisel will dig into the workpiece അല്ലെ, വർക്ക്പീസിലേക്ക് ഡിഗിങ് ചെയ്യുന്നുണ്ടാകും അല്ലെങ്കിൽ കുഴിഞ്ഞ് ഇറങ്ങുന്നുണ്ടാകും എന്നുള്ളത് അറിയാം. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം, റാസ്പ് കട്ട് ഫയൽ അല്ലെ, ഫയലുമായി ബന്ധപ്പെട്ടാണ്. റാസ്പ് കട്ട് ഫയൽ ആർ അവൈലബിൾ ഓൺലി ഇൻ, നമുക്കറിയാം റാസ്പ് കട്ട് ഫയൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടീത്തുകളോട് കൂടിയിട്ടുള്ള ഒരു ഫയലാണ് റാസ്പ് കട്ട് ഫയൽ. സോ റൗണ്ട് ഷേപ്പ് ആണെന്ന് പറയുന്ന ഓപ്ഷൻ ഡി റെക്ടാംഗുലർ ഷേപ്പ്, ഓപ്ഷൻ സി ഹാഫ് റൗണ്ട് ഷേപ്പ്, ഓപ്ഷൻ ഡി സ്ക്വയർ ഷേപ്പ്. നമുക്ക് ഉത്തരം എന്താണ്? ഹാഫ് റൗണ്ട് ഷേപ്പിലാണ് റാസ്പ് കട്ട് ഫയൽ അവൈലബിൾ ആണെന്നുള്ളത് നമുക്കറിയാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ് അല്ലെ. ഇവിടെ എക്സ് എന്ന് കൊടുത്തിരിക്കുന്ന പാർട്ട് ഏതാണ്? നമ്മുടെ ചിത്രത്തിൽ എക്സ് നമുക്കറിയാം ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്മളുടെ ആ ഒരു പാർട്ട് എക്സ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സ്പിൻഡിൽ, ഓപ്ഷൻ ബി സ്ക്രൈബർ, ഓപ്ഷൻ സി ക്ലാമ്പിംഗ് നട്ട്, ഓപ്ഷൻ ഡി സ്നഗ്. നമുക്കറിയാം ഉത്തരം ഡി ആണ്. ദാറ്റ് ഈസ് സ്നഗ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ആണ് എക്സ് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് വൈസ് ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് സ്മോൾ ജോബ് ഓൺ സർഫസ് പ്ലേറ്റ് അല്ലെ. ഇത്തരത്തിൽ സർഫസ് പ്ലേറ്റിലൊക്കെ വെച്ചുകൊണ്ട് വളരെ ചെറിയ ജോബ് മാർക്കിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന വൈസ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ടൂൾ മേക്കേഴ്സ് വൈസ്, ഓപ്ഷൻ ബി പിൻ വൈസ്, ഓപ്ഷൻ സി ക്വിക്ക് റിലീസിംഗ് വൈസ്, ഓപ്ഷൻ ഡി ബെഞ്ച് വൈസ്. യെസ്, റൈറ്റ് ആൻസർ എന്താണ്? സോ റൈറ്റ് ആൻസർ നമുക്കറിയാം ടൂൾ മേക്കേഴ്സ് വൈസ് ആണ്. മൈൽഡ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ടൂൾ മേക്കേഴ്സ് വൈസ് ആണ് നമ്മളുടെ പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക, ടൂൾ മേക്കേഴ്സ് വൈസ്. മറ്റൊരു ചോദ്യം, ദ മെത്തേഡ് യൂസ്ഡ് ടു റിമൂവ് എ ബ്രോക്കൺ ടാപ്പ് ഫ്രം പ്രിസിഷൻ കമ്പോണന്റ് വിത്തൗട്ട് ഡാമേജിങ്. ഇത്തരത്തിൽ നമ്മളുടെ കമ്പോണന്റിന് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ നമുക്ക് ആ ഒരു ബ്രോക്കൺ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പൊട്ടിയിരിക്കുന്ന ടാപ്പിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന മെത്തേഡ് ഏതാണെന്നുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് യൂസിങ് ടാപ്പ് എക്സ്ട്രാക്ടർ, ഓപ്ഷൻ ബി ബൈ അനീലിംഗ് ആൻഡ് ഡ്രില്ലിംഗ്, ഓപ്ഷൻ സി ബൈ യൂസിങ് ടേപ്പേർഡ് സ്ക്വയർ ഡ്രിഫ്റ്റ്, ഓപ്ഷൻ സി യൂസിങ് സ്പാർക്ക് ഇറോഷൻ.
സോ നമ്മുടെ ഉത്തരം എന്താ? ഇത്തരത്തിൽ സ്പാർക്ക് ഇറോഷന്റെ സഹായത്തോടെ EDM, ഈ ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ്ങിന്റെ ഒക്കെ സഹായത്തോടുകൂടി യൂസിങ് സ്പാർക്ക് ഇറോഷന്റെ സഹായത്തോടുകൂടി നമുക്ക് എന്താണ് അവിടെ ഇത്തരത്തിൽ കമ്പോണന്റിന് നോൺ കോണ്ടാക്ട് മെത്തേഡാണ് ഇത്തരത്തിൽ എന്താണ് കമ്പോണന്റില് പ്രത്യേകിച്ച് ഡാമേജസ് ഒന്നും കൂടാതെ പ്രിസിഷൻ കമ്പോണൻസുകളിൽ നിന്നും നമ്മുടെ ബ്രോക്കൺ ടാപ്പ് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം, ദ കട്ടിംഗ് എഡ്ജസ് ഓഫ് അൺഈക്വൽ ലെങ്ത് ഓഫ് ഡ്രിൽ കോസസ്. കട്ടിംഗ് എഡ്ജസ് ഓഫ് അൺഈക്വൽ ഡ്രിൽ, നമ്മുടെ ആ ലിപ്പ് ലെങ്ത് ഉണ്ടാകും. സോ the cutting edge of unequal length of drill causes drill to be break easily. Option B, insufficient clearance angle. Option C, oversized drill hole. Option D, undersized drill hole. സോ ഇവിടെ ഉത്തരം എന്താ പറയുക? നമുക്ക് ഉത്തരം ദാറ്റ് ഈസ് ഓവർ സൈസ്ഡ് ഡ്രിൽ ഹോൾ ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, റെക്കമെൻഡഡ് കട്ടിംഗ് ഫ്ലൂയിഡ് യൂസ്ഡ് ഫോർ ഡ്രില്ലിംഗ് കാസ്റ്റ് അയൺ. കാസ്റ്റ് അയൺ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട കട്ടിംഗ് ഫ്ലൂയിഡ് ഏതാണ്? റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കെറസിൻ ആണ്. ഓപ്ഷൻ ബി ഡ്രൈ ഓർ കംപ്രസ്ഡ് എയർ. ഓപ്ഷൻ സി വാട്ടർ. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. സോ കെറസിൻ സാധാരണ നമ്മൾ മെഷീൻ ചെയ്യുന്ന അലൂമിനിയത്തിനാണ് നമ്മൾ എന്നുള്ളത് നമുക്കറിയാം. സോ ഇവിടെ ഉത്തരം എന്താ? ഡ്രൈ ഓർ കംപ്രസ്ഡ് എയർ ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഡ്രൈ ഓർ കംപ്രസ്ഡ് എയർ. നമുക്കറിയാം കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ലൂബ്രിക്കേറ്റിംഗ് അല്ലെങ്കിൽ കട്ടിംഗ് ഫ്ലൂയിഡുകളൊന്നും വേണ്ട. സോ അവിടെ നമുക്ക് കംപ്രസ്ഡ് എയർ അല്ലെങ്കിൽ ഡ്രൈ എയർ കൊടുത്താൽ മതിയാകും. സോ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. മറ്റൊരു ചോദ്യം, 19ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. കാൽക്കുലേറ്റ് RPM ഓഫ് ഹൈ സ്പീഡ് സ്റ്റീൽ ഡ്രിൽ having a diameter of 22 mm to cut mild steel. The cutting speed of MS is taken as 25 meter per minute. യഥാർത്ഥത്തിൽ 25 meter per minute ആണ്. ഓക്കെ ഫൈൻ. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ എഴുതിയ കോൺസെപ്റ്റ് തന്നെയാണ്. ദാറ്റ് ഈസ് കട്ടിംഗ് സ്പീഡ് ഈസ് ഈക്വൽ ടു പൈ ഡി എൻ ഡിവൈഡ് ബൈ 1000 എന്നുള്ള ബേസിക് ഇക്വേഷൻ ആണ്. എൻ ഈസ് ഈക്വൽ ടു എന്താണ്? 1000 ഇൻറ്റു വി ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ഡി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. 1000 ഇൻറ്റു വി കട്ടിംഗ് സ്പീഡ് എത്ര തന്നിരിക്കുന്ന 25 ഡിവൈഡഡ് ബൈ പൈ എന്ന് പറയുന്നത് നമുക്ക് 3.14 ഇൻറ്റു കറസ്പോണ്ടിങ് ഡി എത്രയാണ്? 22. സോ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉത്തരം എന്താ വരിക? ദാറ്റ് ഈസ് 362 എന്ന് വരും. 362 ആണ് നമ്മളുടെ കറസ്പോണ്ടിങ് RPM എന്നുള്ളത്. സോ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം, ദ സൈസ് ഓഫ് ഡ്രിൽ ഈസ് ഡിറ്റർമൈൻഡ് ആൻഡ് ഗവേൺഡ് ബൈ. അല്ലെ, നമ്മളുടെ ആ ഒരു ഡ്രില്ലിന്റെ സൈസ് നമ്മൾ ഡയമീറ്റർ പറയാറുണ്ട്. സോ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സോ ഡയമീറ്റർ ഓവർ ദ ലാൻഡ്. ഓപ്ഷൻ എ ഡയമീറ്റർ ഓവർ ദ ഷാങ്ക്. ഓപ്ഷൻ സി ഡയമീറ്റർ ഓഫ് ഫ്ലാങ്ക്. ഓപ്ഷൻ ഡി തിക്നെസ് ഓഫ് വെബ്. സോ റൈറ്റ് ആൻസർ ഈസ് ഡയമീറ്റർ ഓവർ ദ ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ ആണ്. ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. 21ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഡിഫറൻസ് ഇൻ മെഷർമെന്റ് ബിറ്റ്വീൻ ദ മെഷീൻഡ് ആൻഡ് അൺമെഷീൻഡ് ഡയമീറ്റർ. അർത്ഥത്തിൽ ഡിഫറൻസ് ഇൻ മെഷർമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാൽ നമ്മളുടെ ആ ഡയമീറ്റർ ഡി ആണ്. പിന്നീട് നമുക്ക് ഇത്തരത്തിൽ മെഷീൻ ചെയ്തു എന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ക്യാപിറ്റൽ ഡി ആണ് എന്നുണ്ടെങ്കിൽ ഇത് സ്മോൾ ഡി ആണ് ഡയമീറ്റർ അതിനുശേഷം ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരു എക്സ് വാല്യൂ കൊടുത്തിട്ടുണ്ടാകും. സോ അപ്പോ ഈ പറയുന്ന രീതിയിൽ എക്സ് ഇവിടെ ഒരു എക്സ് ഉണ്ടാകും. സോ ദാറ്റ് മീൻസ് ഡെപ്ത് ഓഫ് കട്ട് ഇൻറ്റു 2 ഇൻറ്റു ഡെപ്ത് ഓഫ് കട്ട് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അല്ലെ. സോ 2 ഇൻറ്റു ഡെപ്ത് ഓഫ് കട്ട് ആയിരിക്കും ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ദാറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ മെഷർമെന്റ്, ഡിഫറൻസ് ഇൻ മെഷർമെന്റ് ബിറ്റ്വീൻ ദ മെഷീൻഡ് ആൻഡ് അൺമെഷീൻഡ് അല്ലെ. മെഷീൻഡ് എന്ന് പറയുന്ന സ്മോൾ ഡി ആയിട്ടുണ്ട്. അൺമെഷീൻഡ് എന്ന് പറയുന്നത് ഡി ആണ്. സോ ഡി മൈനസ് ഡി എന്നുള്ളത് എന്ന് പറയുന്നത് 2 ടൈംസ് എക്സ് ആയിരിക്കും അല്ലെ. 2 ടൈംസ് എക്സ് ആയിരിക്കും നമുക്കറിയാം. സോ അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. സോ ഉത്തരം എന്തായിരിക്കും വരാൻ സാധ്യത കൂടുതൽ? ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി 2 ടൈംസ് ഡെപ്ത് ഓഫ് കട്ട് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ടൈപ്പ് ഓഫ് മൈക്രോമീറ്റർ യൂസ്ഡ് ടു ചെക്ക് the pitch diameter of screw thread? Which type of micrometer used to check the pitch diameter of screw thread? സ്ക്രൂ ത്രെഡിന്റെ ആ ഒരു പിച്ച് ഡയമീറ്റർ, സ്ക്രൂ ത്രെഡിന്റെ പിച്ച് ഡയമീറ്റർ ചെക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റ് ഏതാണ്? ഓപ്ഷൻ എ ട്യൂബ് മൈക്രോമീറ്റർ. ഓപ്ഷൻ ബി ഫ്ലാഞ്ച് മൈക്രോമീറ്റർ. ഓപ്ഷൻ സി സ്ക്രൂ ത്രെഡ് മൈക്രോമീറ്റർ. ഓപ്ഷൻ ഡി ഡിജിറ്റൽ മൈക്രോമീറ്റർ. സോ നമ്മൾ ഉത്തരം എന്താ വരിക? സ്ക്രൂ ത്രെഡ് മൈക്രോമീറ്റർ. സ്ക്രൂ ത്രെഡ് മൈക്രോമീറ്റർ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം എന്താണ്? ദാറ്റ് ഈസ് വിച്ച് റേഞ്ച് ഓഫ് കട്ടിംഗ് സ്പീഡ് ഈസ് സെറ്റ് ഫോർ ഡ്രില്ലിംഗ് എ മൈൽഡ് സ്റ്റീൽ യൂസിങ് HSS ഡ്രിൽ അല്ലെ. യഥാർത്ഥത്തിൽ ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഡ്രില്ല് നമ്മൾ മൈൽഡ് സ്റ്റീൽ ഡ്രില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് കട്ടിംഗ് സ്പീഡ് റേഞ്ച് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് 70-100 മീറ്റർ പെർ മിനിറ്റ് ആണ്. അത് അലൂമിനിയം ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. സോ രണ്ടാമത് 20-30 ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. നമ്മളുടെ കട്ടിംഗ് സ്പീഡ് സെറ്റ് ഫോർ
ഡ്രില്ലിംഗ് മൈൽഡ് സ്റ്റീൽ യൂസിങ് HSS ഡ്രിൽ എന്ന് പറയുന്നത് അറൌണ്ട് 20 to 30 മീറ്റർ പെർ മിനിറ്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. മെഷറിംഗ് എറർ വിച്ച് ആർ ഡ്യൂ ടു ദ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് കാരണം ഉണ്ടാകുന്ന എറർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് കാരണം ഉണ്ടാകുന്ന എറർ. സോ ഓപ്ഷൻ ഗേജ് ആൻഡ് ഇൻസ്ട്രുമെന്റ് എറർ. അത് വളരെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടേം ആണ്, ഗേജ് ആൻഡ് ഇൻസ്ട്രുമെന്റ് എറർ. ഒബ്സർവേഷൻ എറർ ഉണ്ട് ഓപ്ഷൻ ഡി. ഓപ്ഷൻ സി റാൻഡം എറർ. ഓപ്ഷൻ ഡി സിസ്റ്റമാറ്റിക് എറർ. സോ നമ്മൾക്ക് ഇവിടെ 4 ഓപ്ഷനിൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ളത് നമ്മളുടെ സിസ്റ്റമാറ്റിക് എറർ തന്നെയാണ്. ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം, the rate at which the drill advances into the material for each rotation of drill is termed. അല്ലെ, ഇത്തരത്തിൽ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം അഡ്വാൻസ് ചെയ്യുന്നു എന്നുള്ളത് എന്താണ് ബേസിക്കലി ഡെപ്ത് ഓഫ് കട്ട്. ഓപ്ഷൻ ബി കട്ടിംഗ് സ്പീഡ്. ഓപ്ഷൻ സി ഫീഡ്. ഓപ്ഷൻ ഡി RPM. സോ നമുക്കറിയാം ഉത്തരം എന്താ വരിക? ഫീഡ് ആണ് അല്ലെ. MM പെർ റെവല്യൂഷൻ. ഒരു റെവല്യൂഷനിൽ എത്ര MM ആണ് താഴേക്ക് അഡ്വാൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഓപ്ഷൻ സി ഫീഡ് ആണ് ഉത്തരമായിട്ട് വരിക. 26ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് പ്രോസസ് ഈസ് യൂസ്ഡ് ഫോർ എൻലാർജിങ് ആൻഡ് ട്രൂയിങ് ആൻ എക്സിസ്റ്റിംഗ് ഡ്രിൽഡ് ഓർ കോർഡ് ഹോൾ വിത്ത് എ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. അല്ലെ, ഇത്തരത്തിൽ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിന്റെ സഹായത്തോടു കൂടി എൻലാർജ്മെന്റ് ചെയ്യുന്നുണ്ടാകും അല്ലെ. നിലവിലുള്ള ഒരു ഹോള് എൻലാർജ് ചെയ്യുന്ന പ്രോസസ് ഏതാണ്? നമുക്കറിയാം ദാറ്റ് ഈസ് ഓപ്ഷൻ എ ബോറിംഗ് തന്നെയാണ് ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ, ബോറിംഗ്. ഓക്കെ, പഞ്ചിങ്. ഓപ്ഷൻ സി റീമിംഗ്. ഓപ്ഷൻ ഡി ഡ്രില്ലിംഗ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് നമ്മളുടെ ഉത്തരം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം, chamfering end of hole to 120 degree is meant for. Chamfering end of hole to 120 degree is meant for. അപ്പൊ chamfering hole 120 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അത് എത്രയാണെന്നുള്ളതാണ്. സോ അത് എത്രയാണെന്നുള്ളതാണ്. 120 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഓപ്ഷൻ എ ഡീബറിംഗ്. ഓപ്ഷൻ ബി ത്രെഡിംഗ്. ഓപ്ഷൻ സി റിവെറ്റിംഗ്. ഓപ്ഷൻ ഡി സെൽഫ് ടാപ്പിംഗ്. സോ റൈറ്റ് ആൻസർ വിൽ ബി ത്രെഡിംഗ് അല്ലെ. റൈറ്റ് ആൻസർ എന്താണ്? ത്രെഡിങ്ങിനാണെന്നുള്ള ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, ദ നമ്പർ ഡ്രിൽ ഈസ് സ്പെസിഫൈഡ് അല്ലെ. നമ്പർ ഡ്രില്ല് നമുക്കറിയാം അത്തരത്തിൽ നമ്പർ ഡ്രില്ല് അല്ലെങ്കിൽ ലെറ്റർ ഡ്രില്ല് ഒക്കെ അവൈലബിൾ ആണ്. സോ നമ്പർ ഡ്രില്ല് എന്താണ് സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ടു സെഡ്. നമുക്കറിയാം A to Z ലെറ്റർ ഡ്രില്ലാണ്. ഓപ്ഷൻ ബി 1 to 50. ഓപ്ഷൻ സി 0 to 80. ഓപ്ഷൻ ഡി 1 to 80. സോ റൈറ്റ് ആൻസർ വിൽ ബി 1 to 80 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സോ മറ്റൊരു ചോദ്യം, 29ാമത്തെ ചോദ്യം, വിച്ച് ഫാക്ടർ ഡിസൈഡ്സ് the point angle of drill. അല്ലാത്തതിൽ ഡ്രില്ലിന്റെ പോയിന്റ് ആംഗിൾ ഡിസൈഡ് ചെയ്യുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണെന്നുള്ളതാണ്. സോ ഓപ്ഷൻ എ ഡയമീറ്റർ ഓഫ് ദ ഡ്രിൽ. ഓപ്ഷൻ ബി മെറ്റീരിയൽ ഓഫ് ദ ഡ്രിൽ. ഓപ്ഷൻ സി മെറ്റീരിയൽ ടു ബി ഡ്രിൽഡ്. ഓപ്ഷൻ ഡി ടൈപ്പ് ഓഫ് ഡ്രില്ലിംഗ് മെഷീൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഉത്തരം എന്താ വരിക? നമുക്കറിയാം ഏത് മെറ്റീരിയലിനെ ആണോ നമ്മൾ ഡ്രിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പോയിന്റ് ആംഗിൾ വേരി ചെയ്യുന്നുണ്ടാവുക. 30ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം, ഇറ്റ് ഈസ് എ മെഷീനിങ് ഓപ്പറേഷൻ for producing flat seat for bolt head. അല്ലെ, ബോൾട്ട് ഹെഡ് ഫ്ലാറ്റ് ആയിട്ട് സീറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഓപ്പറേഷൻ. വാഷർ അല്ലെങ്കിൽ നട്ടൊക്കെ കൃത്യമായിട്ട് ഫ്ലാറ്റ് സീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഓപ്പറേഷൻ ഏതാണ്? ഓപ്ഷൻ എ ബോറിംഗ്. ഓപ്ഷൻ ബി സ്പോട്ട് ഫേസിംഗ്. ഓപ്ഷൻ സി കൗണ്ടർ ബോറിംഗ്. ഓപ്ഷൻ ഡി കൗണ്ടർ സിങ്കിങ്. സോ റൈറ്റ് ആൻസർ വിൽ ബി കൗണ്ടർ ഫേസിംഗ് ആണ്. സോറി, സ്പോട്ട് ഫേസിംഗ് ആണ് നമ്മുടെ ഉത്തരം. സ്പോട്ട് ഫേസിംഗ്. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. 31ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ഡിറ്റർമൈൻ ദ ലീസ്റ്റ് കൗണ്ട് വെൻ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈസ് ഈക്വൽ ടു 1 mm ആൻഡ് 1 വെർണിയർ ഡിവിഷൻ ഈസ് ഈക്വൽ ടു 9/10. സോ നമുക്കറിയാം ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ദാറ്റ് ഈസ് 1 MSD മൈനസ് 1 VSD അല്ലെ, വെർണിയർ സ്കെയിൽ ഡിവിഷൻ. 1 MSD എന്ന് പറയുന്നത് 1 mm ആണ്. 1 mm മൈനസ് എത്രയാണ്? 9/10 ആണ് mm ആണ് കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് 10 minus 9/10, that is 1/10, that is 0.1 mm will be the right answer. So right answer will be option B, 0.10 mm. Okay, fine. മറ്റൊരു ചോദ്യം, 32ാമത്തെ ചോദ്യം, on which part of micrometer the datum line and graduations are marked. നമുക്കറിയാം datum ലൈനും ഗ്രാജുവേഷൻസും മാർക്ക് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ടിമ്പിൾ, ഫ്രെയിം, ബാരൽ ആൻഡ് വിൽ. നമുക്കറിയാം സ്ലീവ് അല്ലെങ്കിൽ ബാരൽ. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ബാരൽ അല്ലെങ്കിൽ സ്ലീവിലാണ് നമ്മളുടെ ഗ്രാജുവേഷൻസ് അല്ലെങ്കിൽ ഡേറ്റം ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. 33ാമത്തെ ചോദ്യം, ദ മിനിമം മെഷർമെന്റ് ദാറ്റ് ക്യാൻ ബി കറക്റ്റ്ലി റീഡ് വിത്ത് വെർണിയർ കാലിപ്പർ. വെർണിയർ കാലിപ്പറിന്റെ സഹായത്തോടുകൂടി നമുക്ക് മെഷർമെന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ മെഷർമെന്റിനെ എന്ത് വിളിക്കും? ഏറ്റവും ചെറിയ വാല്യൂനെ എന്ത് വിളിക്കുന്നു? സോ ദാറ്റ് ഈസ് ഓപ്ഷൻ എ ലീസ്റ്റ് കൗണ്ട് അല്ലെ. അതിനെ നമ്മൾ എന്ത് വിളിക്കാം? ലീസ്റ്റ് കൗണ്ട് എന്ന് പറയാം. ഏറ്റവും ചെറിയ നമുക്ക് മെഷറബിൾ ആയിട്ടുള്ള ആ ഒരു വാല്യൂനെ നമുക്ക് എന്ത് വിളിക്കാം? ലീസ്റ്റ് കൗണ്ട് എന്ന് വിളിക്കാം. ഓക്കെ, ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം, ദ മൈക്രോമീറ്റർ സ്പിൻഡിൽ വിൽ ഹാവ് പിച്ച് ഓഫ്. സ്റ്റാൻഡേർഡ് ആയിട്ട് മൈക്രോമീറ്റർ സ്പിൻഡിൽ പിച്ച് വാല്യൂ എത്രയാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ 0.75 mm. ഓപ്ഷൻ ഡി 0.25.
Option C 1 mm, option D 0.5. Yes, right answer will be 0.5 mm ആണ് നമ്മുടെ ഉത്തരം. സോ മൈക്രോമീറ്റർ സ്പിൻഡിൽ കറസ്പോണ്ടിങ് പിച്ച് വാല്യൂ എത്രയാണ്? 0.5 mm ആണ്. 35ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. റാച്ചറ്റ് സ്റ്റോപ്പ് ഇൻ ദ മൈക്രോമീറ്റർ. മൈക്രോമീറ്ററിന്റെ എന്താണ് ഫ്രെയിമിന്റെ അല്ലെങ്കിൽ ഒരു ഫ്രെയിമിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ലൈക്ക് എന്താണ് ആൻവിൽ ഉണ്ട് അല്ലെ. സോ ആൻവിലിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് റാച്ചറ്റ് സ്റ്റോപ്പ് കാണാൻ സാധിക്കും. ഏറ്റവും എൻഡിലായിട്ട് റാച്ചറ്റ് സ്റ്റോപ്പ് കാണാൻ സാധിക്കും. ആ റാച്ചറ്റ് സ്റ്റോപ്പിന്റെ പ്രത്യേകത എന്താണ്? ഓപ്ഷനെ കൊടുത്തിരിക്കുന്നത് കൺട്രോൾ ദ പ്രഷർ, ഓപ്ഷൻ ഡി ഹോൾഡ് ദ വർക്ക് പീസ്, ഓപ്ഷൻ ഡി അഡ്ജസ്റ്റ് സീറോ എറർ, ഓപ്ഷൻ ഡി ലോക്ക് ദ സ്പിൻഡിൽ. യെസ്, റൈറ്റ് ആൻസർ വിൽ ബി കൺട്രോൾ ദ പ്രഷർ അല്ലെ. അതിൽ പ്രഷർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. സോ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഫോർമുല ടു ഡിറ്റർമൈൻ 36ാമത്തെ ചോദ്യം. ഫോർമുല ടു ഡിറ്റർമൈൻ ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ കാലിപ്പർ. വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മൾ നേരത്തെ കണ്ടു 1 MSD minus 1 VSD. So 1 MSD minus 1 main scale division minus 1 vernier scale division ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സോ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം 37ാമത്തെ. ആക്യുറസി ഓഫ് ഡിജിറ്റൽ മൈക്രോമീറ്റർ ഡിജിറ്റൽ വെർനിയർ കാലിപ്പർ. ഡിജിറ്റൽ വെർനിയർ കാലിപ്പറിന്റെ ആക്യുറസി എത്രയാണ്? 0.02 mm, 0.001 mm, 0.05 mm, 0.01 mm. യെസ്, റൈറ്റ് ആൻസർ വിൽ ബി 0.01 mm ആണ്. മറ്റൊരു ചോദ്യം. ഇൻ എ മൈക്രോമീറ്റർ ദ സീറോ ഓഫ് തിമ്പിൾ ദാറ്റ് ഈസ് ഇൻ എ മൈക്രോമീറ്റർ that is zero of thimble rust below the datum line of the sleeve. The error is called below the datum line of the sleeve. The error is called option A positive error, option B no zero error, option C negative error, option D zero error. Yes, right answer will be positive error ആണ് ഉത്തരം. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക, പോസിറ്റീവ് എറർ. മറ്റൊരു ചോദ്യം. What is the least what is the എന്താണ് ചോദ്യം എന്താണ്? സോ ഇവിടെ 39ാമത്തെ ചോദ്യം. What is the least of an outside micrometer having 50 division on thimble and pitch screw in 0.5 mm? ഇത്തരത്തിൽ നമുക്ക് അവിടെ എന്താണ് ലീസ്റ്റ് കൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്. സോ ലീസ്റ്റ് കൗണ്ട് ഓഫ് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ ഹാവിംഗ് 50 ഡിവിഷൻ ഇൻ തിമ്പിൾ ആൻഡ് പിച്ച് സ്ക്രൂ ഓൺ പിച്ച് സ്ക്രൂവിന്റെ എത്രയാണ്? പിച്ച് ഓഫ് സ്ക്രൂ എത്രയാണ്? 0.5 അല്ലെ. നമ്മൾ സാധാരണ കാണുന്ന ആ ഒരു കണ്ടീഷൻ തന്നെയാണ്. സോ ഇവിടെ ഉത്തരം എന്താ വരിക? ദാറ്റ് ഈസ് 0.01 mm ആണ് ഉത്തരമായിട്ട് വരിക അല്ലെ. ലീസ്റ്റ് കൗണ്ട് 0.01 mm. മറ്റു ചോദ്യം. സ്പിൻഡിൽ ഓഫ് ആൻ ഔട്ട്സൈഡ് മെട്രിക് മൈക്രോമീറ്റർ ഹാസ് ഗോട്ട് എ ഫൈൻ പിച്ച് ത്രെഡ്. വാട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പിച്ച് ഓഫ് ത്രെഡ് ആൻഡ് തിമ്പിൾ റെവല്യൂഷൻ? പിച്ച് ഓഫ് ത്രെഡും തിമ്പിൾ റെവല്യൂഷൻ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? സോ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് 1 revolution of thimble is equal to pitch of thread. Option B 2 revolution of thimble is equal to pitch of thread. Option C 1 revolution of thimble is equal to 2 times pitch of thread. Option D 1 revolution is equal to pitch of thread divided by 2. Yes, right answer will be option A 1 revolution of thimble is equal to pitch of thread ആണെന്നുള്ളത് ഓർത്തിരിക്കണം. മറ്റൊരു ചോദ്യം. In the BIS system of limit and fit and all external features, എല്ലാ external featuresനെ എന്താണ് വിളിക്കുന്നത്? External features of component including those which are not cylindrical are designated. Shaft basis system, hole basis system, shaft hole. നമുക്ക് എന്താ വിളിക്കാം? ആ ഒരു ഫീച്ചറിനെ നമ്മൾ ഷാഫ്റ്റ് എന്നാണ് വിളിക്കുക അല്ലെ. സോ ഷാഫ്റ്റ് എന്നാണ് അതിനെ പൊതുവെ നമ്മൾ വിളിക്കുന്നത്. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം. വിച്ച് ഓഫ് ദ ഫിറ്റ് ഈസ് H7P6 അല്ലെ. H7P6 ആകുമ്പോൾ ഏത് ഫിറ്റ് ആണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ക്ലിയറൻസ് ഫിറ്റ്, ഓപ്ഷൻ ബി ഇന്റർഫറൻസ്, ഓപ്ഷൻ സി ട്രാൻസിഷൻ, ഓപ്ഷൻ ഡി ഇന്റർമീഡിയറ്റ് ഫിറ്റ്. യെസ്, റൈറ്റ് ആൻസർ വിൽ ബി ഇന്റർഫറൻസ് ഫിറ്റ്. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. 43ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ആക്സസറി ഹാസ് ഇലോങ്ങേറ്റഡ് സ്ലോട്ട് ആൻഡ് ടി സ്ലോട്ട്? ഇത്തരത്തിൽ ഇലോങ്ങേറ്റഡ് സ്ലോട്ട്സും ടി സ്ലോട്ടോടും ഉള്ളത് ഏതാണ്? ഓപ്ഷൻ എ ഫേസ് പ്ലേറ്റ്, ഓപ്ഷൻ ബി ഡ്രൈവിംഗ് പ്ലേറ്റ്, ഓപ്ഷൻ സി ആംഗിൾ പ്ലേറ്റ്, ഓപ്ഷൻ ഡി ക്യാച്ച് പ്ലേറ്റ്. റൈറ്റ് ആൻസർ വിൽ ബി ഫേസ് പ്ലേറ്റ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഫേസ് പ്ലേറ്റ് ആണ്. മറ്റൊരു ചോദ്യം. ലാർജ് ഫ്ലാറ്റ് ഇറഗുലർ ഷേപ്ഡ് വർക്ക് പീസ്, കാസ്റ്റിംഗ്സ്, ജിഗ്സ് ആൻഡ് ഫിക്സ്ചേഴ്സ് may be firmly clamped to a dash for various turning operations. പറ്റത്തിൽ ഫ്ലാറ്റും ഇറഗുലറും ലാർജും കാസ്റ്റിംഗ്സും അല്ലെങ്കിൽ ജിഗ്സും ഫിക്സറും ഒക്കെ ക്ലാമ്പ് ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. സോ ഓപ്ഷൻ എ ക്യാച്ച് പ്ലേറ്റ്, ഓപ്ഷൻ ബി ഫേസ് പ്ലേറ്റ്, ഓപ്ഷൻ സി സേഫ്റ്റി ഡ്രൈവിംഗ് പ്ലേറ്റ്, ഓപ്ഷൻ ഡി സേഫ്റ്റി ലൈക്ക് എന്താണ് ക്യാച്ച് പ്ലേറ്റ് മാഗ്നറ്റിക് ചെക്ക്. സോ ഇവിടെ മാഗ്നറ്റിക് ചെക്ക് ആണ് ഉത്തരം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ റൈറ്റ് ആൻസർ വിൽ ബി ഫേസ് പ്ലേറ്റ് ആണ്. ഫേസ് പ്ലേറ്റിലാണ് നമ്മൾ എന്തുണ്ടാവുക? ഇത്തരത്തിൽ ക്ലാമ്പ് ചെയ്യുന്നുണ്ടാവുക. സോ ടീ ബോൾട്ടിന്റെ ഒക്കെ സഹായത്തോടു കൂടി
നമ്മൾ ക്ലാമ്പ് ചെയ്യുന്നുണ്ടാകും. സോ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. 45ാമത്തെ ചോദ്യം, വേർ ഈസ് ഫോളോവർ സ്റ്റഡി? അതിൽ വേർ ഈസ് ഫോളോവർ സ്റ്റഡി ക്യാൻ ബി ക്ലാംപ്ഡ് അല്ലെ. നമുക്ക് ഈ പറഞ്ഞ ഫോളോവർ സ്റ്റഡി റെസ്റ്റ് എവിടെയാണ് ക്ലാമ്പ് ചെയ്യുന്നത്? ബിലൈത്ത് ബെഡ്, ഓപ്ഷൻ ബി സ്വെൽ ബേസ്, ഓപ്ഷൻ സി എപ്രോൺ, ഓപ്ഷൻ ഡി സാഡിൽ. സോ നമുക്കറിയാം ഇവിടെ ഫോളോവർ സ്റ്റഡി നമ്മൾ എവിടെയായിരിക്കും ക്ലാമ്പ് ചെയ്തിട്ടുണ്ടാവുക? സോ മൂവ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സാഡിലായിരിക്കും നമ്മൾ ക്ലാമ്പ് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. 46ാമത്തെ ചോദ്യം, വിച്ച് ഫണ്ടമെന്റൽ ഡീവിയേഷൻ ഫോർ ഫൈൻ മെക്കാനിസം ആർ ആഡഡ് ലേറ്റർ അല്ലെ. പിന്നീട് ആഡ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെ ഫണ്ടമെന്റൽ ഡീവിയേഷൻ? ഓപ്ഷൻ എ കൊടുക്കുന്നത് സി ഡി ഇ എഫ് ആൻഡ് എഫ് ജി, ഓപ്ഷൻ ബി സി ഡി ഇ എഫ് ആൻഡ് എഫ് എച്ച്, ഓപ്ഷൻ സി എ ഡി ഇ ആൻഡ് എഫ് എച്ച്, ഓപ്ഷൻ ഡി എ ഡി ഇ എഫ് ആൻഡ് എഫ് എച്ച്. യെസ്, റൈറ്റ് ആൻസർ വിൽ ബി, സോ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, സി ഡി ഇ എഫും എഫ് ജി ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം, ടൂൾ സെറ്റിംഗ് ഓൺ ബ്രിട്ടീഷ് ടൈപ്പ് ടൂൾ പോസ്റ്റ് റിക്വയർസ് ഗ്രേറ്റ് സ്കിൽ ഇൻ ക്ലാമ്പിംഗ് ആസ് ദ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഡാഷ് ഈസ് നീഡഡ് ടു ഗീവ് എ ഗ്രിപ്പ് ഓൺ ഫുൾ വിഡ്ത്ത് ഓഫ് ടൂൾ. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ടൈപ്പ് ടൂൾ പോസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ്? കൃത്യമായിട്ട് ക്ലാമ്പ് ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ എവിടെ കൊടുക്കുക? ഓപ്ഷൻ എ റാക്ക്, ഓപ്ഷൻ ബി ലിബർ, ഓപ്ഷൻ സി നട്ട് ആൻഡ് സ്ക്രൂ, ഓപ്ഷൻ ഡി ഹീൽ പിൻ. റൈറ്റ് ആൻസർ വിൽ ബി ഹീൽ പിൻ ആണ് ഉത്തരമായിട്ട് വരിക. മറ്റൊരു ചോദ്യം, വിച്ച് ലെയ്ത്ത് സെന്റർ ഹാസ് സെറേറ്റഡ് ഗ്രൂവ് അല്ലെ. സെറേറ്റഡ് ആയിട്ടുള്ള ഗ്രൂവുകൾ ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സെറേറ്റഡ് ആയിട്ടുള്ള ഗ്രൂവുകൾ ഉള്ള ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. സോ ഓപ്ഷൻ എ സെൽഫ് ഡ്രൈവിംഗ് ലൈവ് സെന്റർ, ഓപ്ഷൻ ബി സ്വെൽ ഡി ടൈപ്പ് സെന്റർ, ഇൻസെർട്ട് ടൈപ്പ് സെന്റർ, ടിപ്പഡ്. യെസ്, റൈറ്റ് ആൻസർ വിൽ ബി സെൽഫ് ഡ്രൈവിംഗ് ആണ്. ഓപ്ഷൻ എ വിൽ ബി റൈറ്റ് ആൻസർ. 49ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് നേർലിംഗ്? നേർലിംഗ് എന്ന് പറയുന്ന പ്രോസസ് എന്താണ്? ബേസിക്കലി കട്ടിംഗ് ഓപ്പറേഷൻ ആണോ? ഓപ്ഷൻ ബി ഗ്രൈൻഡിംഗ് ഓപ്പറേഷൻ, ഓപ്ഷൻ സി പിന്നിംഗ് ഓപ്പറേഷൻ, ഓപ്ഷൻ ഡി ഫോമിംഗ് ഓപ്പറേഷൻ. സോ റൈറ്റ് ആൻസർ വിൽ ബി ഫോമിംഗ് ഓപ്പറേഷൻ. നേർലിംഗ് എന്ന് പറയുന്ന ഒരു ഫോമിംഗ് ഓപ്പറേഷൻ ആണെന്ന് ഓർത്തിരിക്കാം. 50ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, കോഴ്സ് നേർലിംഗ് ഈസ് ഡൺ ബൈ യൂസിങ് കോഴ്സ് പിച്ച്ഡ് നേർ ഓഫ് ഡാഷ്. അപ്പൊ കോഴ്സ് നേർലിംഗ് ഉണ്ട്, മീഡിയം ഉണ്ട്, ഫൈൻ ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴ്സ് നേർലിംഗിനകത്ത് കറസ്പോണ്ടിങ് പിച്ച് വാല്യൂ എത്രയാണ്? ഓപ്ഷൻ എ 1.94 mm, ഓപ്ഷൻ ബി 1.75, ഓപ്ഷൻ സി 2.94 and ഓപ്ഷൻ ഡി 2. ഓപ്ഷൻ ഡി എത്ര കൊടുത്തിരിക്കുന്നത്? യെസ്, കൊടുത്തിരിക്കുന്നത് 0.75 mm ആണ്. ഓക്കെ, യെസ്, റൈറ്റ് ആൻസർ വിൽ ബി 1.75. റൈറ്റ് ആൻസർ വിൽ ബി 1.75 mm പിച്ച് ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ചോദ്യം ഇതാണ്. 51ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഈസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് കട്ടിംഗ് ഫ്ലൂയിഡ് അല്ലെ. ഒരു നല്ല കട്ടിംഗ് ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടി അല്ലെ, പ്രോപ്പർട്ടി അല്ലാത്ത പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് അല്ലെ? നല്ലൊരു കട്ടിംഗ് ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഒന്നാമത്തെ നോക്കി, ഇറ്റ് ഷുഡ് ഹാവ് ഹൈ ഇവാപറേഷൻ റേറ്റ് അല്ലെ. ഹൈ ഇവാപറേഷൻ റേറ്റ് എന്നാണ് പറയുന്നത്. ചൂട് കൂടുമ്പോൾ ഇവാപറേറ്റ് ചെയ്ത് പോകണം എന്നാണ് പറയുന്നത് അല്ലെ. ഹൈ ഇവാപറേഷൻ റേറ്റ്. Option B, it should be sufficiently viscous. Option C, it should not corrode the workpiece or machine. Option D, none of these. അല്ലെ, ഇവിടെ നമുക്ക് ഉത്തരം പറയാം. ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഷുഡ് ഹാവ് ഹൈ ഇവാപറേഷൻ റേറ്റ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, തെറ്റായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നമുക്ക് അവിടെ ഇവാപറേഷൻ റേറ്റ് കുറയേണ്ടതായിട്ടുള്ള അല്ലെ, ഹൈ ഇവാപറേഷൻ റേറ്റ് ഉണ്ടാവരുത് എന്നുള്ളത് അറിയാം. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ടുള്ളത്. ഓപ്ഷൻ ബി. 52ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. Which method is employed for the gear and bearings inside all gear drives? The lower part of the gear actually dipping in the oil. ഓയിലിലേക്ക് ഡിപ്പ് ചെയ്ത് കിടക്കുന്ന രീതിയിൽ നമ്മൾ ഇത്തരത്തിൽ ചെയിൻ ഓയിലിംഗ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഗ്രാവിറ്റി ഫീഡ് മെത്തേഡ്, ഓപ്ഷൻ ബി ഫോഴ്സ് ഫീഡ് മെത്തേഡ്, ഓപ്ഷൻ സി സ്പ്ലാഷ് മെത്തേഡ്, ഓപ്ഷൻ ഡി ഓയിൽ ഗൺ മെത്തേഡ്. സോ റൈറ്റ് ആൻസർ വിൽ ബി സ്പ്ലാഷ് മെത്തേഡ് ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. സോ സ്പ്ലാഷ് മെത്തേഡ് ആണ് നമ്മൾ അവിടെ ഇത്തരത്തിൽ ഡിപ്പിംഗ് ചെയ്യുന്നുണ്ടാവുക അല്ലെ, ഡിപ്പ് ചെയ്ത് കിടക്കുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം. മറ്റൊരു ചോദ്യം ഇതാണ്, സ്പ്ലിറ്റ് ബുഷിംഗ് മാൻഡ്രിൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് മാൻഡ്രിൽ. സ്പ്ലിറ്റ് ബുഷിംഗ് മാൻഡ്രിൽ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് മാൻഡ്രിലിന്റെ എക്സാമ്പിൾ ആണ്? ഓപ്ഷൻ എ ഗാങ് മാൻഡ്രിൽ, ഓപ്ഷൻ ബി കോൺ മാൻഡ്രിൽ, ഓപ്ഷൻ സി എക്സ്പാൻഷൻ മാൻഡ്രിൽ, ഓപ്ഷൻ ഡി പ്ലെയിൻ മാൻഡ്രിൽ. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ്പാൻഷൻ മാൻഡ്രിലിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ബേസിക്കലി സ്പ്ലിറ്റ് ബുഷിംഗ് മാൻഡ്രിൽ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. 54ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ടേം denotes the algebraic difference between a size to its corresponding basic size? It may be positive, negative or zero. അത്തരത്തിൽ പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ ആകുന്ന തരത്തിൽ നമ്മൾ ബേസിക് സൈസിൽ നിന്നുള്ള ആ ഒരു ഡിഫറൻസ്, ആൾജിബ്രായിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സൈസ് ടു ഇറ്റ്സ് കറസ്പോണ്ടിങ് ബേസിക് സൈസ്, ബേസിക് സൈസിൽ നിന്നുള്ള ഡിഫറൻസ് എന്താണ്?
ബേസിക്കലി ഓപ്ഷനെ കൊടുത്തിരിക്കുന്ന അപ്പർ ലിമിറ്റ്, ഓപ്ഷൻ ഡി ടോളറൻസ്, ഓപ്ഷൻ സി ആക്ച്വൽ സൈസ്, ഓപ്ഷൻ ഡി ഡീവിയേഷൻ. നമുക്കറിയാം ഡീവിയേഷൻ ആണ് നമ്മൾ ഉത്തരത്തിൽ വരിക അല്ലെ. സോ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. 55ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഈസ് ദ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ അഡ്വാൻറ്റേജസ് ഓഫ് ലിമിറ്റ് സിസ്റ്റം? ലിമിറ്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? നമ്മളുടെ ഒന്നാമത്തെ കൊടുത്തിരിക്കുന്നത് ഇന്റർചേഞ്ചബിലിറ്റി അഷ്വേർഡ് അല്ലെ. ഇത്തരത്തിൽ ഇന്റർചേഞ്ചബിലിറ്റി നമ്മൾക്ക് കിട്ടുന്നുണ്ടാകും എന്നുള്ളതാണ്. സോ നമുക്ക് പറയാം അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഓപ്ഷൻ ബി നെസസറി ടു എംപ്ലോയ് ഹൈലി സ്കിൽ ഓപ്പറേറ്റേഴ്സ്. സ്കിൽഡ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് നമുക്ക് വെക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു ലിമിറ്റിനുള്ളിൽ ചെയ്താൽ മതി, അതുകൊണ്ട് തന്നെ നമുക്കത് കൺസിഡർ ചെയ്യാം. ഓപ്ഷൻ സി നോട്ട് നെസസറി ടു യൂസ് കൺവെൻഷണൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് അല്ലെ. ഇത്തരത്തിൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് നമ്മൾ ഗേജസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി കമ്പാരിറ്റീവ്ലി ലെസർ ടൈം ഫോർ മാനുഫാക്ചറിംഗ് ദാൻ കൺവെൻഷൻ അല്ലെ. ഇത്തരത്തിൽ സമയം കുറയ്ക്കാൻ സാധിക്കും, അതും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ഇവിടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ നമ്മളുടെ ഇവിടുത്തെ ഉത്തരം ഫോൾസ് സ്റ്റേറ്റ്മെന്റ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. നെസസറി ടു എംപ്ലോയ് ഹൈലി സ്കിൽഡ് ഓപ്പറേറ്റർ എന്നുള്ളത് അവിടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 56ാമത്തെ ക്വസ്റ്റിലേക്ക് വരാം. ഇൻ ടേപ്പർ ടേണിംഗ് യൂസിംഗ് ഫോം ടൂൾ. ഫോം ടൂളിന്റെ സഹായത്തോടു കൂടി ടേപ്പർ ടേൺ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് ടൂൾ കട്ടിംഗ് എഡ്ജ് ഷുഡ് ബി accurately on the center line of the workpiece. Option C will be the right answer, on the center line of the workpiece. 57ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സൈസ് ഓഫ് മോസ്റ്റ് പേപ്പർ അല്ലെ. മോസ്റ്റ് പേപ്പറിന്റെ ഒരു സൈസ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. സോ ഇവിടെ കുറച്ച് കൺഫ്യൂസിംഗ് ഉണ്ട്. ദാറ്റ് ഈസ് നമ്മൾ സാധാരണ MT0 to MT7 ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ അങ്ങനെ 8 സൈസ് എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ 0 സൈസ് അല്ലെങ്കിൽ 1 2 3 4 5 6 7 വരെ കാണാറുണ്ട്. സോ അവിടെ ഇവിടെ ഉത്തരത്തിൽ നമുക്ക് ഇത്തരത്തിൽ 7 0 ഉണ്ട്. നമുക്കറിയാം 7 3 6 അവ ഇവിടെ ഉത്തരത്തിൽ ഉത്തരം ലഭിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും നമ്മൾ MT0 to MT7 ഒരു സ്റ്റാൻഡേർഡ് ആണെങ്കിൽ തന്നെയും MT0 to MT6 യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഓപ്ഷൻ 7 നമുക്ക് വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ തന്നെ അതൊരു ചലഞ്ചബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാര്യം MT0 to MT7 എന്നുള്ളത് എടുത്ത് പറയുന്നുണ്ട്. സോ സൈസ് തന്നെയാണ് പറയുന്നത്. സോ അങ്ങനെ 8 സൈസ് അവൈലബിൾ ആണ്. MT0 to MT7 എന്ന് പറയുമ്പോൾ 8 സൈസസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അവിടെ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട് MT0 to MT7 എന്നുള്ളത്. സോ അത് നമുക്ക് കൺഫ്യൂസിംഗ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം, അല്ലെങ്കിൽ ചലഞ്ചബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. 58ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. ഫോർ ലോങ് വർക്കീസ് വിത്ത് എ സ്മോൾ ആംഗിൾ ഓഫ് ടേപ്പർ ഹാവിംഗ് ലാർജ് ഡയമീറ്റർ ഡി. ഇത്തരത്തിൽ ലാർജ് ഡയമീറ്റർ ഡി, അതുപോലെ തന്നെ സ്മോൾ ഡയമീറ്റർ സ്മോൾ ഡി, ഒരു ലെങ്ത് ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഓക്കെ ഫൈൻ ഇത് ടേപ്പർ ആണ്. സോ ഇത് നമ്മളുടെ ഓക്കെ ടേപ്പർ ലെങ്ത് എന്ന് പറഞ്ഞ സ്മോൾ എൽ ആണ്. ഓക്കെ, സ്മോൾ ഡയമീറ്റർ സ്മോൾ ഡി, ടോട്ടൽ ലെങ്ത് ഓഫ് ദ വർക്ക് പീസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൽ ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡിസ്റ്റൻസ് എച്ച് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ക്യാപിറ്റൽ എൽ ഇൻറ്റു d മൈനസ് സ്മോൾ ഡി ഡിവൈഡ് ബൈ 2 ടൈംസ് ടേപ്പർ ലെങ്ത് ആണ്. സോ ഇവിടെ ഉത്തരം എന്തായിരിക്കും വരുന്നുണ്ടാവുക? ദാറ്റ് ഈസ് ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. 59ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ്? അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. സോ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. സോ നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് എന്തായിരിക്കും? സോ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് വെരി സ്റ്റീപ്പ് ടേപ്പർ ഓൺ ലോങ് വർക്ക് പീസ് മേ ബി ടേൺഡ്. ഓപ്ഷൻ ബി ആക്യുറേറ്റ് ടേപ്പർ ഓൺ ലാർജ് നമ്പർ ഓഫ് വർക്ക് പീസ് മേ ബി ടേൺഡ്. ഓപ്ഷൻ സി ഇന്റേണൽ ടേപ്പർ കനോട്ട് ബി ടേൺഡ് വിത്ത് ഈസ്. അല്ലെ, ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആ ഒരു തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ അഡ്വാൻറ്റേജ്, നോട്ട് ആൻ അഡ്വാൻറ്റേജ്, അഡ്വാൻറ്റേജ് അല്ലാത്തത് ഇത്തരത്തിൽ എന്താണ്? ഇന്റേണൽ ടേപ്പർ കനോട്ട് ബി ടേൺഡ് വിത്ത് ഈസ്. അല്ലെ, ഇന്റേണൽ ടേപ്പർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. സോ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. 60ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. ഇൻ കമ്പൈൻഡ് ഫീഡ് മെത്തേഡ് the tool the method the taper turning, that is combined feed method, the combined feed method of taper turning എങ്ങനെയാണ് ടൂൾ മൂവ് ചെയ്യുന്നതാണ്. സോ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. ടൂൾ മൂവ്സ് ഇൻ ഡയഗണൽ പാത്ത്. അല്ലെ, ഒരു ഡയഗണൽ പാത്തിലായിരിക്കും ടൂൾ മൂവ് ചെയ്യുന്നുണ്ടാവുക. 61ാമത്തെ ചോദ്യം. ഇൻ മെട്രിക് ടേപ്പർ സൈസ് ദ എമൗണ്ട് ഓഫ് ടേപ്പർ ഓർ കോൺസിറ്റി നമുക്കറിയാം 1:20 ആണ് ഉത്തരം വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ആ മെട്രിക് ടേപ്പറിനകത്ത് കോൺസിറ്റി അല്ലെങ്കിൽ ടേപ്പർ എന്ന് പറയുന്ന വാല്യൂസ് 1:20 ആണെന്ന് അറിയാം. ഓക്കെ, മറ്റൊരു ചോദ്യം 62ാമത്തെ ചോദ്യമാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് ടേപ്പർ ടേണിംഗ്? ടേപ്പർ ടേണിംഗ് മെത്തേഡ് അല്ലാത്തത് ഏത്? ഫോം ടൂൾ മെത്തേഡ് നമുക്കറിയാം, ഓപ്ഷൻ എ കറക്റ്റ് ആണ്. കോണിക്കൽ ഫീഡ് മെത്തേഡ് റോങ് ആണ്. കമ്പൈൻഡ് ഫീഡ് മെത്തേഡ് കറക്റ്റ് ആണ്. ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡ് കറക്റ്റ് ആണ്. സോ ഇവിടെ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ.
കോണിക്കൽ ഫീഡ് മെത്തേഡ് അങ്ങനെ ഒരു മെത്തേഡ് ഇല്ല. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ടേപ്പർ 1:20 സിഗ്നിഫൈസ് അല്ലെ, ഇത്തരത്തിൽ 1:20 എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ എന്താണ് ഓപ്ഷനെ കൊടുത്തിരിക്കുന്നത് 1 യൂണിറ്റ് ചേഞ്ച് ഇൻ ലെങ്ത് പെർ 20 യൂണിറ്റ് ചേഞ്ച് ഇൻ ഡയമീറ്റർ. സോ അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. സോ ഇനിഷ്യൽ ഡയമീറ്റർ മസ്റ്റ് ബി 1 യൂണിറ്റ് ആൻഡ് ഫൈനൽ അത് 20 യൂണിറ്റ് ആണ്, അതും കൺസിഡർ ചെയ്യാൻ കഴിയില്ല. എന്നാൽ കൺസിഡർ ചെയ്യാൻ കഴിയുന്ന രണ്ട് കേസാണ് 1 യൂണിറ്റ് ഡയമീറ്റർ ചേഞ്ചസ് ഓവർ 20 യൂണിറ്റ് ലെങ്ത് അല്ലെ, ഇത്തരത്തിൽ എന്താണ് ഓരോ 20 യൂണിറ്റ് ലെങ്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു 1 യൂണിറ്റിന്റെ ഡയമീറ്റർ ചേഞ്ച് വരുന്നുണ്ടാകും. സോ അത് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എങ്കിൽ തന്നെയും ഓപ്ഷൻ ഡി നോക്കി, ഫോർ എവറി 20 യൂണിറ്റ് ലെങ്ത് there will be change in diameter of 1 unit അല്ലെ. അത് രണ്ടും കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടും ശരിയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എങ്കിൽ തന്നെ ഉത്തരം കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. നമ്മളുടെ PSCയുടെ ഒരു പ്രൊഫഷണൽ കീയിൽ കൊടുത്തിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ സി ആണ്. സോ രണ്ടും ഏകദേശം നമുക്ക് ശരി ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയുന്നതാണ്. അതായത് ഒരു യൂണിറ്റ് ഡയമീറ്റർ ചേഞ്ച് പെർ 20 യൂണിറ്റ് ലെങ്ത് അല്ലെ, അത്തരത്തിൽ ഓരോ 20 യൂണിറ്റ് ലെങ്ത് ചേഞ്ച് ഉണ്ടാകുന്ന സമയത്തും ഓരോ 20 യൂണിറ്റ് ലെങ്തിലും ഒരു യൂണിറ്റ് എന്താണ് ചേഞ്ച് അവിടെ ഉണ്ടാകുന്നു ഡയമീറ്റർ എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, ഫോർ എവറി 20 യൂണിറ്റ് ലെങ്ത് ഓക്കെ there will be a change in diameter of 1 unit. ഓക്കെ, സോ രണ്ടും കറക്റ്റ് ആയിട്ട് തന്നെ പറയാൻ കഴിയുന്ന, രണ്ടും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. സോ അതൊരു ചലഞ്ചബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 64ാമത്തെ ചോദ്യം, ലോങ് വർക്ക് പീസ് വിത്ത് എ സ്മോൾ ആംഗിൾ ഓഫ് ടേപ്പർ ആർ യൂഷ്വലി ടേൺഡ് ബൈ സെറ്റിംഗ് ഓവർ ടെയിൽ സ്റ്റോക്ക് സെന്റർ. ആംഗിൾ ഓഫ് ടേപ്പർ മെൻഷൻഡ് ഹിയർ not exceeding 8 degree, not exceeding 10 degree, not exceeding 5 degree, not exceeding 12 degree. സോ ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരാൻ സാധ്യതയുള്ളത് not exceeding 8 degree ആയിട്ട് കൺസിഡർ ചെയ്യാം. മറ്റൊരു ചോദ്യം, if d is a larger diameter of taper and a small d is the smaller diameter of taper over the length, the taper turning conicity k യുടെ വാല്യൂ ആണ്, that is d minus small d divided by small l ആണ് വരിക. ഓപ്ഷൻ d will be the right answer. ഓപ്ഷൻ d will be the right answer. മറ്റൊരു ചോദ്യം ഇതാണ്, നമ്മുടെ കോമ്പൗണ്ട് സ്വില്ലിംഗ് ദ കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡിൽ കറസ്പോണ്ടിങ് ടാൻ ആൽഫ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. നമ്മളുടെ ടേപ്പർ ഇങ്ങനെയാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ സോ ടേപ്പർ ഇങ്ങനെയാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഡി ഉണ്ട്, സ്മോൾ ഡി ഉണ്ട്, ടേപ്പർ ലെങ്ത് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ടാൻ ആൽഫ അല്ലെ, ഇത്തരത്തിൽ നമ്മളുടെ ആൽഫ ഇവിടെ ഉണ്ടെങ്കിൽ ടാൻ ആൽഫ. സോ ടാൻ ആൽഫ വിൽ ബി ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഡി മൈനസ് സ്മോൾ ഡി ഡിവൈഡ് ബൈ 2 times എൽ ആണ്. സോ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം, ലെറ്റ് ലാർജർ ഡയമീറ്റർ ഈസ് എത്രയാണ് 90 mm, സ്മോളർ ഡയമീറ്റർ എന്ന് പറയുന്നത് 80 mm ആണ്. സോ ദ ക്വാണ്ടിറ്റി ഓഫ് ദ എമൗണ്ട് ഓഫ് ടേപ്പർ k യുടെ വാല്യൂ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് d മൈനസ് സ്മോൾ d ഡിവൈഡ് ബൈ l എന്ന് പറയുന്നത് 1/20 ആണ്. So that means L is equal to 20 into D minus small d. So 20 into capital D എന്ന് പറയുന്നത് 90 minus 80, that is 10 into 20 എന്ന് പറയുന്നത് 200 ആണ്. സോ 200 mm ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. 68ാമത്തെ ചോദ്യം, മോസ്റ്റ് ടേപ്പർ ആർ അവൈലബിൾ ഇൻ ഹൗ മെനി സൈസസ്? എത്ര സൈസസിൽ മോസ്റ്റ് ടേപ്പർ അവൈലബിൾ ആണ്? നമുക്കറിയാം MT0 to MT7 ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം. അത് തന്നെയാണ് MT0 to MT7 എന്ന് പറയുന്നു. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ 8 സൈസ് അവൈലബിൾ ആണ്. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരാൻ സാധ്യത കൂടുതൽ. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഓർത്തിരിക്കാം. 69ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇൻ ബ്രിട്ടീഷ് സിസ്റ്റം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടേപ്പർ സിസ്റ്റം? ഇത്തരത്തിൽ ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ ടേപ്പർ സിസ്റ്റം അല്ലാത്തത് ഏതെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ വിറ്റ്വർത്ത് സ്റ്റാൻഡേർഡ് ടേപ്പർ, ഓപ്ഷൻ ബി മോ സ്റ്റാൻഡേർഡ് ടേപ്പർ, ഓപ്ഷൻ സി ബ്രൗൺ ആൻഡ് ഷാർപ്പ് സ്റ്റാൻഡേർഡ് ടേപ്പർ, ഓപ്ഷൻ ഡി ജർണോ സ്റ്റാൻഡേർഡ് ടേപ്പർ. സോ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. വിറ്റ്വർത്ത് സ്റ്റാൻഡേർഡ് ടേപ്പർ എന്ന് പറയുന്ന ഒരു ടേപ്പർ ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കാം. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. 70ാമത്തെ ചോദ്യത്തിലേക്ക് അറിയാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെട്രിക് സൈസ് ടേപ്പർ? അല്ലേ, തന്നിരിക്കുന്നതിനകത്ത് മെട്രിക് സൈസ് ടേപ്പർ അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. സോ മെട്രിക് സൈസ് ടേപ്പർ അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. സോ ഇവിടെ മെട്രിക് സൈസ് ടേപ്പർ ആണ്. സോ ഇവിടെ നമുക്ക് ഓപ്ഷനിലേക്ക് വരാം. 80, അതുപോലെ തന്നെ 6, 120, 8 എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പ്രൊവിഷണൽ ആൻസർ പ്രകാരം നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് വന്നിട്ടുള്ള ഓപ്ഷൻ ഡി ആണ്. സോ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓപ്ഷൻ ഡി ഇവിടെ ഉത്തരമായിട്ട് വന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ്. സോ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെട്രിക് സൈസ് ടേപ്പർ എന്നുള്ളത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരം വന്നിട്ടുള്ളത്. ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് 8 എന്നുള്ള ഉത്തരമാണ് വന്നിട്ടുള്ളത്. സോ 71ാമത്തെ ചോദ്യം നോക്കാം. പിച്ച് ഡയമീറ്റർ. 71ാമത്തെ ചോദ്യം നോക്കാം. പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? സോ പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു മേജർ ഡയമീറ്റർ മൈനസ് 1 times ഡെപ്ത് ആണ്, കറക്റ്റ് ആണ്. ഈക്വൽ ടു മേജർ ഡയമീറ്റർ മൈനസ് 2 times ഡെപ്ത്, അത് റോങ് ആണ്. ഈക്വൽ ടു മൈനർ ഡയമീറ്റർ പ്ലസ്
1 ഡെപ്ത് ആണ്, കറക്റ്റ് ആണ്. സോ ഇവിടെ 1 ഉം 3 ഉം കറക്റ്റ് ആണ്, 1 ഉം 3 ഉം കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ. Pitch diameter of thread can be measured by 3-wire method, outside micrometer, screw thread micrometer. നമുക്കുള്ള ഉത്തരം നമുക്കറിയാം, 3-wire method യൂസ് ചെയ്യാൻ കഴിയും, screw thread micrometer യൂസ് ചെയ്യാൻ കഴിയും. So option A will be the right answer. 1 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ A will be the right answer. 73ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഹെലിക്സ് ആംഗിൾ ഓഫ് ത്രെഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിംഗ് ദ ഫോർമുല. ഹെലിക്സ് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം, tan alpha is equal to lead divided by pitch diameter. ഓപ്ഷൻ D will be the right answer. Lead divided by pitch diameter. മറ്റു ചോദ്യം, ഇൻ യൂണിഫൈഡ് ത്രെഡ് ഫോമിൽ crust is flat and root is rounded. Option A. Option B, crust is rounded and root is flat. Option B, crust and root are flat. Option D, crust and root are rounded. Okay, his right answer will be crust and root are flat. മറ്റു ചോദ്യം, ആപ്ലിക്കേഷൻ ഓഫ് നക്കിൾ ത്രെഡിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയാൻ നമുക്കറിയാം, വാൾവ് സ്പിൻഡിൽ യൂസ് ചെയ്യാറുണ്ട്, റെയിൽവേ കാരേജ് കപ്ലിംഗ് യൂസ് ചെയ്യാറുണ്ട്, ഹോസ് കണക്ഷൻസ് യൂസ് ചെയ്യാറുണ്ട്. So option D will be the right answer, all of the above. BFS, that is British Fine Thread ആണ് ഇത്തരത്തിൽ, that is BFS എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ബ്രിട്ടീഷ് ഫൈൻ സ്റ്റാൻഡേർഡ് ആണ്, ഇത്തരത്തിൽ ഫൈൻ ത്രെഡ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് സ്റ്റാൻഡേർഡ് സിമിലർ ടു that is ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് ത്രെഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ അത് നോക്കാം, കറക്റ്റ് ആണ്. രണ്ടാമത്തെ നോക്കി, ഹാസ് ലെസ് നമ്പർ ഓഫ് ത്രെഡ് പെർ ഇഞ്ച് ദാൻ BS വിറ്റ്വർത്ത് ത്രെഡ് ഫോർ എ പർട്ടിക്കുലർ ത്രെഡ് സൈസ്, ആസ് മോർ നമ്പർ ഓഫ് ത്രെഡ്. അതായത് ഫൈൻ ത്രെഡ് ആയതുകൊണ്ട് തന്നെ സോ അവിടെ കൂടുതൽ എണ്ണം ഉണ്ടാവാറുണ്ട്. സോ ഓപ്ഷൻ 1 ഉം 3 ഉം കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. 77ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ദാറ്റ് ഈസ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന അവോയ്ഡ് ലീക്കേജ് ഇൻ അസംബ്ലി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡ് ഈസ് കട്ട് എക്സ്റ്റേണലി വിത്ത് സ്മോൾ ടേപ്പർ ഫോർ ത്രെഡഡ് ലെങ്ത്. അവോയ്ഡ് ലീക്കേജ് ഇൻ ദ അസംബ്ലി കറക്റ്റ് ആണ്, നമുക്കത് കൺസിഡർ ചെയ്യുന്നേ ഉള്ളൂ. രണ്ടാമത്തെ നോക്കി, പ്രൊവൈഡ് ഫോർ ഫർദർ അഡ്ജസ്റ്റ്മെന്റ് വെൻ സ്ലാക്നെസ് ഇസ് ഫെൽറ്റ്, അതും കറക്റ്റ് ആണ്. സോ മൂന്നാമത്തെ, ടു സ്യൂട്ട് വിത്ത് ഇന്റർണൽ ടേപ്പർ ത്രെഡ് നമുക്ക് റോങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ 1 ഉം 2 ഉം കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം, സോ ടൂത്ത് ത്രെഡുമായി ബന്ധപ്പെട്ടാണ്. സോ ടൂത്ത് ത്രെഡ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ മോഡിഫൈഡ് ഫോം ഓഫ് ബട്ടർ ത്രെഡ്, കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇൻ വിച്ച് ഫ്ലാങ്ക് ടേക്കിംഗ് ദ ലോഡ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 3 degree. സോ അത് കറക്റ്റ് ആണ്. Flank taking the in which the flank that does not taking the load is inclined at 30 degree. സോ അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഓൾ ഓഫ് ദി അബോവ് നമുക്ക് കറക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയും. ഓക്കെ, മറ്റൊരു ചോദ്യം, ദ ചേഞ്ച്. ഓക്കെ, ചോദ്യം ഇതാണ്, ദ ചേഞ്ച് ഗിയർ ട്രെയിൻ ഈസ് എ ട്രെയിൻ ഓഫ് ഗിയർ സർവീസ് സർവിംഗ് ദ പർപ്പസ് ഓഫ്. ഇത്തരത്തിൽ ആ ചേഞ്ച് ഗിയർ ട്രെയിനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. സോ അത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഓപ്ഷനിലേക്ക് വരാം. കണക്ടിങ് ദ ഫിക്സഡ് സ്റ്റഡ് ഗിയർ ടു ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സ്, കണക്ടിങ് ദ ഫിക്സഡ് സ്റ്റഡ് ഗിയർ ടു ടംബ്ലർ ഗിയർ. ഓപ്ഷൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കണക്ടിങ് ദ സ്പിൻഡിൽ ഗിയർ ടു ലീഡ് സ്ക്രൂ. സോ ഇവിടെ ഉത്തരം എന്താ വരിക? ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരം വരുന്നുണ്ടാവുക. കണക്ടിങ് ദ ഫിക്സഡ് സ്റ്റഡ് ഗിയർ ടു ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സ് ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓൺലി 1 is correct. രണ്ടാമത്തെ 80ാമത്തെ ക്വസ്റ്റിലേക്ക് വരാം. ടു ഹാവ് ഡിഫറെന്റ് റേഷ്യോ ഓഫ് മോഷൻ ബിറ്റ്വീൻ ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിൽ ആൻഡ് ലീഡ് സ്ക്രൂ ഡ്യൂറിംഗ് ത്രെഡ് കട്ടിംഗ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, ടംബ്ലർ ഗിയർ മെക്കാനിസം ഈസ് യൂസ്ഡ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഓൾ ഗിയർ ഹെഡ് സ്റ്റോക്ക് ഈസ് യൂസ്ഡ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ചേഞ്ച് ഗിയർ ട്രെയിൻ ഈസ് യൂസ്ഡ്. അല്ലെ, നമുക്ക് മൂന്നും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ഡി വിൽ ബി റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ നോക്കി, ഇവിടെ എന്താണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് ശരിക്കും? ഡിഫറെന്റ് റേഷ്യോ ഓഫ് മോഷൻ ബിറ്റ്വീൻ ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിൽ ആൻഡ് ലീഡ് സ്ക്രൂ. അല്ലെ, നമുക്കറിയാം അവിടെ എന്താണ്, മൂന്നാമത്തെ ചേഞ്ച് ഗിയർ ട്രെയിൻ ഈസ് യൂസ്ഡ്. അല്ലെ, ഇത്തരത്തിൽ ചേഞ്ച് ഗിയർ ട്രെയിൻ മാത്രമാണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ടംബ്ലർ ഗിയർ മെക്കാനിസം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ള നമുക്കറിയാം. സോ നമുക്ക് ഒന്നാമത്തെ കൺസ്ട്രെയിൻ കഴിയില്ല. ഓൾ ഗിയർ ഹെഡ് സ്റ്റോക്ക് അല്ല എന്നുള്ളത് അറിയാം. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ടു ഹാവ് ഡിഫറെന്റ് റേഷ്യോ ഓഫ് മോഷൻ ബിറ്റ്വീൻ ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിൽ ആൻഡ് ലീഡ് സ്ക്രൂ ഡ്യൂറിംഗ് ത്രെഡ് കട്ടിംഗ് ചേഞ്ച് ഗിയർ ട്രെയിൻ ഈസ് യൂസ്ഡ്. 81ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, സിമ്പിൾ ഗിയർ ട്രെയിൻ ഐഡ്ലർ ഗിയർ, അതായത് ഇടയിലുള്ള ഐഡ്ലർ ഗിയർ ബിറ്റ്വീൻ ദ ഡ്രൈവിംഗ് ഗിയർ ആൻഡ് ഡ്രിവൺ ഗിയർ ഈസ് യൂസ്ഡ്. എങ്ങനെയാണെന്ന്, വിച്ച് ഡസ് നോട്ട് അഫക്ട് ദ ഗിയർ റേഷ്യോ, കറക്റ്റ് ആണ്. വിച്ച് ജസ്റ്റ് ഇങ്ക് അല്ല, ലിങ്ക് ആണ് ഉദ്ദേശിക്കുന്നത്. ലിങ്ക് ദ ഡ്രൈവർ ആൻഡ് ഡ്രിവൺ ഗിയർ, അതും കറക്റ്റ് ആണ്. സോ വിച്ച് സെർവ്സ് പർപ്പസ് ഓഫ് ഗെറ്റിംഗ് ദ ഡിസൈഡ് ഡയറക്ഷൻ ഓഫ് ദ ഡ്രൈവിംഗ് വീൽ, അതും നമുക്ക് കറക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ മൂന്നും കറക്റ്റ് ആണ്. ഓൾ ഓഫ് ദി അബോവ് ആയിരിക്കും ഇവിടെ ഉത്തരം വരാൻ സാധിക്കുന്നത്. ഓക്കെ, 82ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ദ സിമ്പിൾ ഗിയർ ട്രെയിൻ, ദ ഡ്രൈവർ ഗിയർ ആൻഡ് ഡ്രിവൺ ഗിയർ ആർ ചേഞ്ച്ഡ് അക്കോർഡിംഗ് ടു. അല്ലെ, ചേഞ്ച് ചെയ്യുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. സോ ചേഞ്ച് അക്കോർഡിംഗ് ടു
that is hand of thread alla, lead of thread to be cut correct ആണ്, direction of rotation of lead screw അല്ല. So option 2 only correct എന്നുള്ളത് നോക്കാം. ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. 83ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഫൈൻഡ് ദ ചേഞ്ച് ഗിയർ റിക്വയർഡ് ഫോർ ടു കട്ട് 3 mm pitch on a job in a lathe having lead screw of 6 mm. That is driver gear teeth divided by driven is equal to, that is lead to be cut, lead അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എന്താണ് കറസ്പോണ്ടിങ്, ദാറ്റ് ഈസ് ഇവിടെ എത്രയാണ് നമുക്കറിയാം, that is required, that is 3 mm pitch ആണ്. 3 divided by corresponding 6 ആണ് ഉത്തരം വരിക. that is 1/2 വരുന്നത് എല്ലാം 1/2 വരുന്നു. 20/40, 20 divided by 14 റേഞ്ചും 1/2 തന്നെയാണ് വരിക. 25 divided by 50 1/2, 60 divided by 120 1/2. സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ് ആണ് നമ്മുടെ ഉത്തരം. 84ാമത്തെ ചോദ്യം, ദ ഫാക്ടർ or factors to be considered for the selection of thread cutting method അല്ല, thread cutting method നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. സോ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യുന്നത് ഒന്ന് ടൈപ്പ് ആൻഡ് നമ്പർ ഓഫ് കമ്പോണൻസ് റിക്വയർഡ് കറക്റ്റ് ആണ്, ആക്യുറസി ഓഫ് ത്രെഡ് ആൻഡ് സർഫസ് ഫിനിഷ് കറക്റ്റ് ആണ്, അവൈലബിലിറ്റി ഓഫ് കട്ടിംഗ് ടൂൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. സോ ഓപ്ഷൻ എ നമുക്ക് കൺസിഡർ ചെയ്യാൻ, ദാറ്റ് ഈസ് 1 and 2 ആർ കറക്റ്റ്, മോർ കറക്റ്റ് ഓപ്ഷൻ. 85ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ഹെലിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹെലിക്സ് ആണ്. സോ ഹെലിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഹെലിക്സ് ഈസ് ഡാഷ്. ഹെലിക്സ് എന്ന് പറയുന്നത് എന്താ? ബേസിക്കലി നമുക്ക് പറയാം, ദാറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കർവ് ജനറേറ്റഡ് ബൈ എ പോയിന്റ് വിച്ച് മൂവ് at uniform speed around the cylinder cone and at the same time it moves uniform speed parallel to the axis. അതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ 2 ആണ് കറക്റ്റ്, ദാറ്റ് ഈസ് only 2 is correct. That is only രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, only second statement is correct. Option D will be the right answer. 86ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. CVD coated tipped tool. അതിനകത്ത് CVD എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? CVD എന്ന് ഉദ്ദേശിക്കുന്നത് കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ ആണ്. ഓപ്ഷൻ എ ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക. കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ ആണ് CVD എന്ന് ഉദ്ദേശിക്കുന്നുണ്ടാവുക. 87ാമത്തെ ചോദ്യം, സ്പീഡ് അറ്റ് വിച്ച് ദ കട്ടിംഗ് എഡ്ജ് പാസസ് ഓവർ ദ മെറ്റീരിയൽ വിച്ച് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റർ പെർ മിനിറ്റ്. കട്ടിംഗ് സ്പീഡ് മീറ്റർ പെർ മിനിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാകും. അത് ആ ഒരു സ്പീഡ് എന്താണ് പറയാ? മീറ്റർ പെർ മിനിറ്റ് യൂണിറ്റ് വരുന്നത് എന്തായിരിക്കും? നമുക്കറിയാം, കട്ടിംഗ് സ്പീഡ്. സോ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെഷീൻഡ് ആൻഡ് അൺമെഷീൻഡ് സർഫസ്, അല്ലെ മെഷീൻഡ് അല്ലെങ്കിൽ അൺമെഷീൻഡ് സർഫസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വിളിക്കാം നമ്മൾ? ബേസിക്കലി ഡെപ്ത് ഓഫ് കട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് നമുക്ക് ഉത്തരമായിട്ട് വരാം ഡെപ്ത് ഓഫ് കട്ട് തന്നെയാണ് ഉള്ളത്, ഓർത്തിരിക്കാം. Tool wear increases, അല്ലെ? Tool wear increases with increase in depth of cut correct ആണ്, increase in feed rate correct ആണ്, decrease in depth of cut wrong ആണ്. Both A and B is right answer. Option D will be the right answer. ATC in CNC machine stands, അല്ലെ? ATC എന്ന് പറയുന്നത് നമുക്കറിയാം ഓട്ടോമാറ്റിക് ടൂൾ ചേഞ്ചർ ആണ്. സോ ഓപ്ഷൻ B will be the right answer. ഓട്ടോമാറ്റിക് ടൂൾ ചേഞ്ചർ ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക. Cutting tool lost its original shape with the use and passage of time is known as, എന്താ വിളിക്കുക? ടൂൾ വെയർ എന്ന് പറയും. തരത്തിൽ നമുക്ക് എന്താണ് കുറെ നാൾ യൂസ് ചെയ്യുമ്പോഴും അതിൽ പാസേജ് ഓഫ് ടൈം അനുസരിച്ച് എന്താണ് ടൂൾ വെയർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. സോ ടൂൾ വെയർ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ. ആസ് കമ്പയർഡ് ടു ഓപ്പൺ ലൂപ്പ് സിസ്റ്റം, CNC-യുമായി ബന്ധപ്പെട്ട് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം, ക്ലോസ്ഡ് ലൂപ്പ്, അതായത് കമ്പയർഡ് ടു ഓപ്പൺ ലൂപ്പ് സിസ്റ്റം, ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ഈസ് മോർ ആക്യുറേറ്റ്. നമുക്കറിയാം ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്, മോർ ആക്യുറേറ്റ് ആണ്, മോർ എക്സ്പെൻസീവ് ആണ്. അവിടെ എൻകോഡേഴ്സ് യൂസ് ചെയ്യേണ്ടതുണ്ട്, എക്സ്പെൻസീവ് ആണ്. ഇൻഎഫക്റ്റീവ് നമുക്ക് റോങ് ആണ്. ബോത്ത് A and B. റൈറ്റ് ആൻസർ വിൽ ബി ബോത്ത് A and B, അല്ലേ? Option D will be the right answer. 93ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. CNC system are classified as open loop and closed loop control system based on option A, feedback control. Based on feedback control തന്നെയാണ്. Option A will be the right answer. 94ാമത്തെ ചോദ്യം, a series of coded information that direct the operation of CNC machine is called part program. Option C will be the right. എന്താ വിളിക്കുക? Part program എന്ന് വിളിക്കാറുണ്ട്, അല്ലേ? So set of instruction ആണ്. So option C will be the right answer. 95ാമത്തെ ചോദ്യം, the distance tool moves along the work for each revolution of work, അല്ലെ? ഓരോ വർക്കിന്റെ ഓരോ റൊട്ടേഷൻ അനുസരിച്ച്, റെവല്യൂഷൻ അനുസരിച്ച് എത്രത്തോളം ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ എന്താ വിളിക്കുക? നമ്മൾ അതിനെ വിളിക്കുന്നത് ദാറ്റ് ഈസ് ഫീഡ് എന്നാണ്, അല്ലെ? സോ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. According to ISO standard, while specifying insert, the first letter indicates, first letter എന്താ? relief angle, shape, cutting edge condition, cutting direction. Yes, right answer will be shape. The point at which the cutting tool is positioned is taken as datum. The point at which the cutting tool is positioned as datum point for calculating the coordinate of the next point to which movement is to be made is known as, that is incremental coordinate data input system. Yes, option A will be the right answer. The most significant factor affecting tool life when the work material, tool material and tool shape are chosen for the machining operation. Basically, tool life in VT raised to n is a constant. That is, cutting speed is very important there.
സോ അതുകൊണ്ട് തന്നെ കട്ടിംഗ് സ്പീഡ് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ISO designation system of boring bar, the first character represent clamping method, clearance angle, cutting speed, insert shape. The right answer will be clamping method ആണ്. So option A will be the right answer. ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. 100ാമത്തെ ചോദ്യമാണ്. The tooling system of CNC are designated to, യഥാർത്ഥത്തിൽ tooling system CNC designated to eliminate operator error, maximize the productivity and productive of machine hours, productive machine hours, both A and B. None of the. Yes, right answer will be option C, both A and B. So നിങ്ങൾക്ക് 100 ചോദ്യവും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ സെഷനുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.